1948 ഒക്ടോബറിൽ റിയർ അഡ്മിറൽ ലൂയി മൗണ്ട് ബാറ്റൺ സജീവ നാവിക സേവനത്തിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം മാൾട്ടയിൽ 1-ാം കപ്പൽപ്പടയുടെ ആധിപത്യം ഏറ്റെടുത്തു. ഇന്ത്യ വൈസ്രോയിയായി നിയമിക്കപ്പെട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് നിയുക്തനായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ രാജാവ് കഴിഞ്ഞാൽ 2-ാം സ്ഥാനമുള്ള വൈസ്രോയി പദം വഹിച്ചിരുന്ന ആൾ. മാൾട്ടയിൽ സാമൂഹിക മുൻഗണനാക്രമമനുസരിച്ച് 13-ാം സ്ഥാനത്തായി. നാവികസേനയിലെ ഉന്നതാധികാര പദവികളിലൂടെ അദ്ദേഹത്തിന് മുന്നേറ്റം വേഗത്തിലായിരുന്നു. 1955 ഏപ്രിൽ 18 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചിരാഭിലാഷം സാക്ഷാത്കരിക്കപ്പെട്ടു. 1914 സങ്കുചിത മനസ്കരായ പൊതുജനങ്ങളുടെ മുറവിളി മൂലം തൻ്റെ പിതാവ് പുറത്താക്കപ്പെട്ട ആ സ്ഥാനത്ത് 1-ാം സീ ലോർഡായി അദ്ദേഹം നിയമിതനായി. ആ സ്ഥാനത്തിരുന്ന് രാജകീയ നാവികസേനയുടെ നവീകരണത്തിന് അദ്ദേഹം അധ്യക്ഷം വഹിച്ചു. ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് ആദ്യത്തെ അണുശക്തി അന്തർവാഹിനിയും മിസൈൽ നശീകരണ കപ്പലും അതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. 1958 പ്രതിരോധ സൈന്യങ്ങളുടെ മേധാവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാന ഔദ്യോഗിക കർത്തവ്യം